കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ലൈംഗിക ആരോപണ പരാതിയിൽ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച്. പരാതി നൽകിയ മുഴുവൻ പേരിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. പരാതികളുമായി മുന്നോട്ട് വരാത്ത ഇരകളെ കണ്ടെത്തി മൊഴിയെടുക്കാനുള്ള നടപടിയും ക്രൈംബ്രാഞ്ച് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 10ലേറെ പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് ലഭിച്ചത്. പരാതി നൽകിയ മുഴുവൻ പേരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ പരാതിക്കാരിൽ ആരും തന്നെ ഇരകളല്ല, മറിച്ച് മൂന്നാം കക്ഷികളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൽ നിന്ന് ലൈംഗിക ചൂഷണമോ പീഡനമോ നേരിട്ട അതിജീവിതകളെ കൂടി കണ്ടെത്തി മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം ഓഡിയോ ക്ലിപ്പിന്റെ രൂപത്തിൽ ടെലിവിഷൻ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തുവെങ്കിലും ആ ശബ്ദത്തിന് പിന്നിലെ സ്ത്രീ ശബ്ദം ഇപ്പോഴും അജ്ഞാതയായി തന്നെ നിൽക്കുകയാണ്. 2 ഓഡിയോ ക്ലിപ്പുകളിലായി നേരിട്ട പീഡനത്തിന്റെയും ഭീഷണിയുടെയും വ്യാപ്തി വെളിപ്പെട്ടെങ്കിലും ഇതിനെല്ലാം തന്നെ ഇരയായ യുവതി ഇതുവരെ പരാതി നൽകാനോ സ്വമേധയാ മൊഴി നൽകാനോ മുന്നോട്ട് വന്നിട്ടുമില്ല. വനിതാ മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയോട് നേരിട്ട ലൈംഗിക ചൂഷണം യുവതി സ്ഥിരീകരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് തെറിപ്പിച്ച ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് ശേഷം യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏക പ്രതികരണം ലക്ഷ്മി പത്മയോട് മാത്രമായിരുന്നു. ഗർഭിണിയായെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതും ശരിയാണെന്ന് സ്ഥിരീകരിച്ച യുവതി പരാതിയുമായി പോലീസിനെ സമീപിക്കാത്തത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് നീങ്ങാനായി ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടുമില്ല. ഇരയാര് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തത ഉണ്ട് എങ്കിലും നേരിട്ടുള്ള പരാതി ഇല്ലാത്തതിനാൽ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല എന്നതാണ് വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചൂഷണം നേരിട്ട യുവതികളുമായി അടുപ്പമുള്ള 3 മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ബലം പകരുമെന്നും നേരിട്ട് ദുരനുഭവമുണ്ടായ ഒരാൾ പോലും പരാതിയുമായി മുന്നോട്ട് വരാത്തത് ക്രൈംബ്രാഞ്ചിനെ കുഴക്കുകയുമാണ്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് ഇരകളായ പെൺകുട്ടികളെ കണ്ടു മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോഴുള്ളത്. സെപ്റ്റംബർ 15-നാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. നിയമനിർമ്മാണ അജണ്ടകൾക്കായി ചേരുന്ന സഭാ സമ്മേളനത്തെ പിടിച്ചുകുലുക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ലൈംഗിക ആരോപണങ്ങളായിരിക്കും. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഇതുവരെ സ്പീക്കറെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുമില്ല. സസ്പെൻഡ് ചെയ്ത വിവരം ഔദ്യോഗികമായി അറിയിച്ചാൽ മാത്രമേ രാഹുലിനെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റി ഇരുത്താനാവൂ. സസ്പെൻഡ് ചെയ്യപ്പെട്ട വിവരം സ്പീക്കറെ അറിയിക്കുന്നത് സഭാ സമ്മേളനത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ മാത്രം മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ധാരണ. സസ്പെൻഷന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പ്രതികരണങ്ങൾ വരുന്നതിനെ CPM വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുലിന് കോൺഗ്രസ് സംരക്ഷണം നൽകുകയാണ് എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയത്. കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നിലപാടിനെതിരായി കേരളം ശക്തമായി പ്രതികരിക്കും. രാഹുലിന്റെ സസ്പെൻഷനിലൂടെ കോൺഗ്രസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് എന്നും MV ഗോവിന്ദൻ വിമർശിച്ചിരുന്നു.